മിറക്കിൾ സൺഡേയിൽ എൻ്റെ കർത്താവ് കൊടുത്ത വലിയൊരു മിറക്കിളുമായിട്ടാണ് നമ്മുടെ ഗോഡ്വിൻ ബർ ആയിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നിടത്ത് എൻ്റെ കർത്താവ് വിടുവിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ ഗോഡ്വിൻ ബർ ഇരിക്കുന്നത്. എനിക്കൊന്ന് രാവിലെ ഗോഡ്വിൻ ബർ കഴിഞ്ഞ ഞായറാഴ്ച എഴുന്നേൽക്കാൻ പറ്റാതെ ഇവിടെ കിടപ്പായിരുന്നു. ഈ ചർച്ചിൻ്റെ ബാക്കിൽ കിടപ്പായിരുന്നു. അത്രത്തോളം പ്രയാസത്തോടെയാണ് ഗോഡ്വിൻ ബർ രാവിലെ ആയിരുന്നത്. എന്നാൽ വൈകുന്നേരം പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്ത് അടുത്ത ദിവസം സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം അവിടെ ചലിച്ചു. നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കേൾക്കാം. സിസ്റ്ററെ പറഞ്ഞാട്ടെ സിസ്റ്ററെ. ഞായറാഴ്ച രാവിലെ 5 മണിക്ക് എണീക്കോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് രാവിലെ 5 മണിക്ക് എണീക്കും. അതുപോലെ രാവിലെ 5 മണിക്ക് ഉണന്നു. 5 മണിക്ക് ഉണന്നിട്ട് നമ്മളെ മേളിൽ പോയിട്ട് യേശുവിനോട് സംസാരിക്കാനെന്ന് പറഞ്ഞു പോകും. അപ്പൊ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു. വയറ് കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. വയറിലൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അടുത്ത് വീണ്ടും വന്ന് കിടന്നിട്ട് വീണ്ടും എണീറ്റ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്ക് മുമ്പ് വീണ്ടും എണീറ്റ് മുകളിൽ പോയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് താഴെ വന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ട് അപ്പോഴപ്പോഴേ എണീക്കും, കിടക്കും. അങ്ങനെ തേയിലയൊക്കെ ചോദിച്ചു. അതൊക്കെ കൊടുത്തിട്ടും കുറഞ്ഞില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വയറ് വേദനിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കത്തില്ല, നിക്കത്തില്ല, കിടക്കത്തില്ല. ആ ഒരു അവസ്ഥയില് ഫുള്ളും വേദനയാണ്. നമുക്ക് രാവിലെ വന്ന് ഇവിടെ ആരാധനയ്ക്ക് ഇത് സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ 9 മണി വരെ നോക്കി. 9 മണി വരെ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോ, പോയി കാണിക്കാം, ആശുപത്രി പോയി കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ചിൽ വന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ താക്കോലും കയ്യിലെടുത്തിട്ടാ പോയി. കാണിച്ചിട്ട് വരാം, ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചു. വയറ് ഫുള്ള് വേദനയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും പറ്റുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു വേദന സഹിച്ചിട്ടില്ല. ആ രീതിയിലായിരുന്നു വേദന. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ വേദനയായിരുന്നു. അപ്പൊ അങ്ങനെ പോയി പാറശാല ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെ നോക്കിയിട്ട് അവര് പെട്ടെന്ന് കണ്ടതും ഗ്യാസിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗ്യാസിന്റെ ഒരു ഇഞ്ചക്ഷൻ ഇട്ട്, ഒരു ഇഞ്ചക്ഷൻ ഗ്യാസിൻ്റെത് കൊടുത്ത്, എന്നിട്ട് പെയിന്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. അവർ 1/2 മണിക്കൂർ നോക്കിയിട്ട് കട്ടിൽ ഇരിക്കണില്ല, നിക്കണില്ല. അവര് തന്നെ കാണുന്നുണ്ട്, കണ്ടിട്ട് ഒരു വ്യത്യാസവും ഇല്ല, നിക്കുന്നില്ല. അങ്ങനെ വെപ്രാളമാണ്. അപ്പോഴേക്കും ജോൺ ബേർൺ അവിടെ നമ്മൾ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അവര് കയ്യിൽ സൂചി ഇട്ടിട്ടാണ് ഒരു ഇഞ്ചക്ഷൻ എടുത്തത്. ബ്രദറിനോട് വിളിച്ച് പ്രാർത്ഥിച്ച ബ്രദർ പറഞ്ഞു, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കട്ടിൽ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാണ്, ഫോൺ വഴി പ്രാർത്ഥിച്ചത്. അവിടെ നിന്ന് എണീറ്റ് ബ്രദർ നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കുവാണെങ്കിൽ അവർ കുറെ അടുത്ത് ടെസ്റ്റ് ഒക്കെ പറഞ്ഞ് അങ്ങനെ വിടും. നമുക്ക് ഇവിടെ ചർച്ചിൽ വരണം, ചിന്ത മൊത്തം അതാണ്, രാവിലെ ചർച്ചിൽ വരണമെന്നുള്ള ചിന്തയാണ്. അപ്പം ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എണീക്കാൻ പറഞ്ഞപ്പോഴത്തേന് നമ്മൾ എടുത്ത് പറഞ്ഞു, ജോൺ ബേർ നമുക്ക് എണീക്കാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരിക്കണ്ട, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലെ സൂചിയോടെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് ബാക്കിലിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ഇവിടെ ആരാധനയ്ക്ക് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ബാക്ക് സൈഡ് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്തോണ്ട് നീ വീട്ടിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഇവര് കുഞ്ഞുങ്ങൾ വീട്ടിലായിരുന്നു. ഞാൻ പോയി ഒരു 10 മിനിറ്റ് തന്നെ ഉടനെ തിരിച്ചു വിളിച്ച് വീണ്ടും അതുപോലെ സെയിം വേദന ഇളവി, എനിക്ക് ഇരിക്കാൻ വയ്യ. അപ്പോഴാണ് ഇവിടെ ബാക്കിലെ കസേരയൊക്കെ വെച്ചിട്ട് ആ ബാക്ക് അറ്റത്ത് കിടക്കുവാണെന്ന് പറഞ്ഞു, ഇരിക്കാൻ പറ്റാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. വേഗം എന്നെ വിളിച്ച്. അപ്പൊ തിരിച്ച് നമ്മൾ വന്നു. അപ്പൊ അതേ കണ്ടീഷൻ, അതേ കണ്ടീഷൻ, ഫുൾ പെയിൻ ആണ്, വയർ ഫുൾ പെയിൻ ആണ്, അതേ കണ്ടീഷൻ. അപ്പൊ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതി വെച്ചിരുന്നു, ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് എഴുതി. നമ്മൾ അതൊന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നത്. അപ്പൊ വീണ്ടും വേദന വന്നപ്പോഴത്തേനും പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് സ്കാൻ ചെയ്തു. അപ്പൊ ഒരു 12 മണിയൊക്കെ ആവും. SP പോയി സ്കാൻ ചെയ്തപ്പോഴേക്കും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് സ്കാൻ ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞു, ഇത് പെട്ടെന്ന് വച്ചിരിക്കാൻ പാടില്ല, വേഗത്തിൽ കൊണ്ട് കാണിക്കണം. പക്ഷെ നമുക്കൊരു സീരിയസ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല. നമുക്കതിന് സീരിയസ് ഒന്നും തോന്നിയില്ല. നമുക്ക് ആരാധന നടക്കുന്നു, വരണം എന്നുള്ളൊരു ചിന്ത. മിറാക്കിൾ സൺഡേ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞപ്പോഴും പറയില്ല, ഇന്ന് മിറാക്കിൾ സൺഡേ അല്ലേ, നമുക്ക് ചർച്ചിൽ പോകണം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കാനിങ്ങിൽ അവർ ചെയ്തിട്ട് അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞു, അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, വേഗത്തിൽ കൊണ്ട് കാണിക്കണം, വെച്ചോണ്ടിരിക്കണം. ഇത് 27-ാം തീയതി എടുത്ത സ്കാനിങ്, കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത സ്കാനിങ്. ഇത് അക്യൂട്ട് അപ്പൻഡിക്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മള് സ്കാൻ ചെയ്തിട്ട് തീരെ കഷ്ടമല്ലേ, അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു, സ്കാനും ചെയ്തിട്ട് കാഷ്വാലിറ്റി തന്നെ പോയി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഇത് കണ്ടപ്പോഴേക്കും ഉടനെ ഡോക്ടർ
നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡോക്ടറിന്റെ പേര് പറ, വേഗത്തിൽ കൊണ്ട് കാണിക്കണം, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മെഡിക്കലിൽ പോണം, പെട്ടെന്ന് പോണം, മെഡിക്കൽ കോളേജിൽ പോണം. ഓ, മെഡിക്കൽ കോളേജിൽ പോകാനുള്ള റെഫറൻസ് അവർ എഴുതി ഇട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകാനുള്ള റെഫറൻസ് അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളെ ചേട്ടൻ പറഞ്ഞു ഇല്ല പോണില്ല, നാളെ പോവാം. അല്ല, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? അത് വേഗത്തിൽ പോയി സർജറി ചെയ്യണമെന്ന്. സർജറി ചെയ്യണം. ആ കാരണം എന്താണ്? അത്രത്തോളം സിവിയർ പ്രശ്നമായിരുന്നു. അപ്പൻഡിക്സ് പഴുത്തുപോയി. അപ്പൻഡിക്സ് പഴുത്തുപോയി. സ്കാനിങ്ങിൽ അതാ പറഞ്ഞിരിക്കുന്നത്, അപ്പൻഡിക്സ് പഴുത്തുപോയി. ഡോക്ടർ പറഞ്ഞു, ബ്രദർ പറഞ്ഞാണ് വേറെ എന്താ? വേറെ ഒരാഴ്ച കൊണ്ട് അകത്തുനിന്ന് ഗ്യാസ് വരുമ്പോഴൊക്കെ പുഴുത്ത സ്മെല്ലാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഗ്യാസിന്റെ ആയിരിക്കും ഞാൻ വിചാരിച്ച് നിസ്സാരമായിട്ടായിരുന്നു. പക്ഷെ അവിടെ ഫസ്റ്റ് സ്കാൻ ചെയ്ത് ആള് നോക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വാന്ന് പറഞ്ഞു. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷം അയാൾ പറഞ്ഞ് സ്ഥിരീകരിച്ചു ഇത് അപ്പൻഡിക്സ് ആണ്. പഴുത്തു പൊട്ടാറായി. അപ്പൻഡിക്സ് പൊട്ടിയ പോയിസൺ ആണ്. അതായത് ഇനി അത് എങ്ങനെ പറയാം, വെച്ചുകൊണ്ട് നീക്കാണ്ട് സംസാരിച്ച് സമയം കളയണ്ട, നീ പെട്ടെന്ന് പോ. അതായത് ആ സമയത്ത് തന്നെ പോകാനാ പറയുന്നത്. സ്കാനിങ് ആ സമയത്തേ പറയുന്നുണ്ട്. ആ സമയത്തെ പറയുന്നത് നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്, നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. എവിടെ? മെഡിക്കൽ കോളേജിൽ സ്കാൻ ചെയ്യാൻ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോഴേക്കും അവിടെ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പം അവര് നോക്കിയിട്ട് പറഞ്ഞത് അപ്പൻഡിക്സ് സ്ഥിരീകരിച്ചു. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം ഇൻഷുറൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മെഡിക്കലിൽ തന്നെ പോയിക്കോളി എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാത്തിനും സൊല്യൂഷൻ സഭയാണല്ലോ, സഭയിലേക്ക് വരാം, ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നാളെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടറെ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ പുള്ളിക്കാരൻ ചിന്തിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കൂല. എനിക്ക് ഏതെങ്കിലും ഡോക്ടറിന്റെ പേര് പറ, എനിക്ക് എഴുതണം, എനിക്ക് വേറെ. അതായത് ഡോക്ടറിന് അത് ഇഷ്ടപ്പെട്ടില്ല. നാളെ പോവാന്ന് പറഞ്ഞതോ? അതായത് പുള്ളിക്കാരൻ പറഞ്ഞ ഡ്യൂട്ടി സമയത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാ പുള്ളിക്കാരനാണ് പ്രശ്നം. ഓ, അതായത് അത്ര സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അതെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പേര് പറഞ്ഞ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറിന്റെ പേരും അറിയില്ല, ഓക്കെ, മെഡിക്കലിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും മുഖത്ത് നോക്കൂല. പിന്നെ അവർ ഈ റിപ്പോർട്ട് എഴുതിയിട്ട് അങ്ങ് വിട്ട്. അപ്പം എനിക്കപ്പോൾ തോന്നിയത് ഈ സൊല്യൂഷൻ എല്ലാത്തിനും സഭയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്തിന് അതിന്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്നു. പക്ഷെ 3:30 മണിയായപ്പോഴേക്കും പനി തുടങ്ങി. വൈകുന്നേരത്തെ സെഷൻ തുടങ്ങാറായപ്പോ ആ സമയത്ത് പനിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പാരസെറ്റമോളും വേറെ 3 ഗുളികയും കൂടെ അടിച്ചിട്ട് നേരെ ഇങ്ങ് വന്നു. ഇവിടെ വന്ന് ഞാൻ മൂലയിൽ പോയി ഒതുങ്ങിയിരുന്നു. എന്നിട്ട് കുറച്ച് മാറിയിരുന്ന് പിന്നെ അതിനുശേഷം 7:30 മണിയായപ്പോ വീണ്ടും കൂടി. പിന്നെ അതോടെ ഞാൻ അങ്ങനെ കുനിയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നൂന്നിരിക്കാൻ പറ്റൂല. അങ്ങനെ ആ ഗ്രില്ലിൽ അങ്ങനെ ചാഞ്ഞിരുന്ന് പിന്നെ അതിനുശേഷം ബ്രദർ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ജോൺ ബേർ മിറക്കോസാന്റെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അവസാനമായപ്പോൾ ഞാൻ പോയി. പക്ഷെ ബ്രദർ കൈവച്ചിട്ടൊന്നും പറഞ്ഞില്ല. ബ്രദർ ഇത്രയും മാത്രം പറഞ്ഞു, ഭയപ്പെടാതെന്ന് പറഞ്ഞു. ഞാനുണ്ടായിരുന്ന സമയത്ത് ഭയക്കരുത് ഗോഡ്വിനെ എന്ന് പറഞ്ഞു. അപ്പം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. പക്ഷെ പിന്നെ വേദനയില്ല. അത്രയും നേരം ഉണ്ടായിരുന്ന വേദന പിന്നീട് ഇല്ല. അത് ഒരു പ്രാർത്ഥിക്കുകയല്ല ചെയ്ത് കൈവച്ചിട്ട് ഭയക്കരുതെന്ന് പറഞ്ഞു. പിന്നെ വേദനയില്ല. ഞാൻ എങ്ങനെ രാത്രി തള്ളി നീക്കുമെന്നൊരു ചിന്തിച്ചു പോയി. കാര്യം അത്ര വേദനയോടെ ഇരിക്കുകയായിരുന്നു. രാത്രി എങ്ങനെ തള്ളി നീക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. കിടന്നതേ അറിയാവൂ, നേരം വെളുത്തത് അറിയാം. സുഖമായിട്ട് പിന്നെ വേദനയില്ല. വേദന വന്നിട്ടില്ല. പിന്നെ വീട്ടുകാരുടെ ടോർച്ചറാണ്. സൗഖ്യമായെങ്കിൽ കയ്യിൽ റിപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും നല്ല കാര്യം. നല്ല കാര്യം. എനിക്ക് നല്ല കാര്യം. സൗഖ്യമായത് നമുക്കൊരു പ്രൂഫ് വേണം. കാരണം ആൾറെഡി തന്റെ ശരീരത്തിൽ അപ്പൻഡിക്സ് ഉണ്ട് എന്നുള്ളൊരു സ്കാനിങ് റിപ്പോർട്ട് ഇരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ ഇവരെ നിർബന്ധം സഹിക്കാതെ വീണ്ടും പോയി. എവിടെയാ പോയത്? വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. ആ ഹോസ്പിറ്റൽ അവിടെ തന്നെ പോയി. ഓക്കെ. അപ്പം സ്കാൻ ചെയ്യാൻ പോയപ്പോഴേക്കും ആ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പൻഡിക്സിന്റെ ഒന്നും ഇല്ലെന്നാ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണേ നോക്കാം. ഇത് 28 ജൂലൈ 2025 കിട്ടിയ റിപ്പോർട്ടാണ്. 27-ാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. വൈകുന്നേരം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അടുത്ത ദിവസം സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രയാസമില്ല. എന്റെ കർത്താവ് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ബ്രദർ എന്തോ പറയാനുള്ളത്? സഭയ്ക്കകത്തിരിക്കുന്നെങ്കിൽ നാം സുരക്ഷിതരാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാനും ബ്രദർ ഗോഡ്വിൻബർ, കാരണം എന്നോട് പ്രിൻസിപ്പൽ എല്ലാവരും വിളിച്ചിരുന്നു ഗോഡ്വിൻബർ കുറച്ച് പ്രയാസത്തിലായിരുന്നു എന്ന്. കാരണം വേദന അത്രത്തോളം ഭാരമായിരുന്നു. പക്ഷെ തൻ്റെ വിശ്വാസം ആ സൗഖ്യത്തെ വെളിപ്പെടുത്തി. എനിക്ക് പറയാനുള്ളത്,
ഓപ്പറേഷൻ പറഞ്ഞു പൊട്ട്, അതായത് ആ നിമിഷം പോകാൻ പറഞ്ഞെടുത്തു. പോയ ആ സെക്കൻഡ് തന്നെ അവർ ചെയ്യുമെന്നാ പറഞ്ഞത്. പോയ ആ അത്രത്തോളം സിവിയർ ആയിടത്ത് നിന്ന് അത്രയും വീക്കം വെച്ച് അത്രയും ഏത് സമയം പൊട്ടാം, എപ്പോഴും വേണമെങ്കിലും പൊട്ടാം, ഏത് സമയം വേണം പൊട്ടാം. ബ്ലഡിലോട് ചേർന്ന അപ്പോൾ തന്നെ ആള് തീരും. യെസ്, അത് അത്ര അപ്പൻഡിക്സ് പൊട്ടി കുറച്ച്, പക്ഷേ സെക്കൻഡുകൾക്കകത്ത് പോകുന്നാ പറഞ്ഞത്. അങ്ങനെയാ ഡോക്ടറിന് ദേഷ്യം വന്നത് എന്റെ അടുത്ത്. അങ്ങനെ ഡോക്ടർ ദേഷ്യം, അതായത് ബ്രദറിന് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. നാളെ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ആളെ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അപ്പോൾ തന്നെ തട്ടിപ്പോകുന്ന കാര്യമാണ് പറയുന്നത് പറഞ്ഞു. ഓപ്പൺ ആയിട്ട് പറഞ്ഞു തട്ടിപ്പോകുന്ന കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാള് നാളെ പോവല്ല, ഇപ്പൊ പോണെന്ന് പറഞ്ഞു. ഇപ്പം പോണോന്ന് പറഞ്ഞു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആമേൻ. പിന്നെ രണ്ടാമത് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഒരു പ്രയാസവും ഇല്ല, അപ്പൻഡിക്സിന്റെ ഒരു ലക്ഷണവും ഇല്ല, അതവിടെ കാണാനില്ല. ആമേൻ. നേരത്തെക്കാളും നല്ല ബലമുണ്ട്. എന്തോ നേരത്തെക്കാളും ബലമുണ്ട്. ബ്രദർ പറഞ്ഞു നേരത്തേക്കാൾ ബലമുണ്ടാണ്. കാരണം എന്റെ കർത്താവിന്റെ സൗഖ്യം ഗോഡ്വിൻബറിന്റെ മേൽ ചലിച്ചു. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയണേ. സൗരങ്ങളെ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഓപ്പറേഷൻ മാറിപ്പോയി. അതുപോലെ ഓപ്പറേഷന്റെ ഭാരത്താൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഈ രാത്രി നിങ്ങളുടെ വീടുകളിൽ ഒരു അത്ഭുതം ഉണ്ടാകുക. നിങ്ങളുടെ ശരീരത്തിൽ കത്തി കയറത്തില്ല, ഒരു ഓപ്പറേഷനും ഉണ്ടാകത്തില്ല. ഗോഡ്വിൻബറിനെ വിടുവിച്ച അതേ കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്.